റിസൈൻ ചെയ്തിട്ട് ഞാൻ പോയി അനന്തപുരിയിൽ അല്ലെങ്കിൽ അവിടെ 250 രൂപയ്ക്ക് ഒരു ബെഡ് കിട്ടുന്ന 5 പേരൊരു റൂം ഷെയർ ചെയ്യുന്നു, 250 രൂപ. ആ റൂമിലാണ് ഞാൻ പോയി താമസിക്കുന്നത്. അത് ഒട്ടും ഈ പറഞ്ഞ പോലെ വേറൊന്നും കൊണ്ടിട്ടില്ല, എങ്ങനെ സിനിമയിലെത്തുക എന്നൊരു സ്വപ്നം മാത്രമേ. ഇന്നും നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക ഹേർഡിൽസ്. നമ്മൾ സിനിമയിലെത്തിയിട്ടില്ല, ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ സിനിമയിലെത്തിയെന്ന്. കാരണം സിനിമയ്ക്ക് എന്നെ ഒരു ആവശ്യമില്ല. ഇന്നും ഞാൻ അതേ സ്റ്റേച്ചറിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ അനന്തപുരിയിൽ അല്ലെങ്കിൽ ആ പിന്നെ നാഷണൽ ഹോസ്റ്റലിൽ 250 രൂപ ഒരു ബെഡിന് 5 പേര് ഒരു റൂം ഷെയർ ചെയ്ത് കോമൺ ബാത്റൂം 15 പേർക്ക്. ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല 15 പേർക്ക്. അവിടെ കള്ളനുമുണ്ട്, കോവിഡാനുമുണ്ട്, ഞങ്ങളുമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നാഷണൽ ഹോസ്റ്റലിൽ താമസിക്കുന്നു. ഇന്നത്തെ മന്ത്രിയുടെ പ്രസാദിൻ്റെ PS വിനോദ് മോഹനും ഞാനും ഒക്കെ ഒരു റൂമിലാണ്. അവൻ TKM എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ഞങ്ങളെല്ലാവരും 250 രൂപ വെച്ച് ബെഡ് വാടക, ഒരു മാസം 250 രൂപ. അങ്ങനെ 5 പേർക്ക് ഒരു റൂം. അവിടുന്ന് കോമൺ ബാത്റൂം. അവിടുന്ന് നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു ഇൻ്റർവ്യൂവിനെങ്കിലും വന്നിരിക്കാനുള്ള യോഗ്യത കിട്ടി. അത് ചെറുതായിട്ട് കാണുന്നില്ല, പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ലൈഫ് ഫുള്ളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തക്കതായ പ്രതിഫലം കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ അളക്കാൻ നിൽക്കുന്നില്ല. അളക്കാൻ നിന്നാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോകും. അതുകൊണ്ട് അളക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ നമ്മുടെ സ്വപ്നം ഇങ്ങനെ കിടക്കുകയാണ്. ചിലപ്പോൾ വൺ ഫൈൻ മോർണിംഗ് ചത്തുപോകുമ്പം നമ്മൾ അന്ന് വരെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നാളെ ആളാകും എന്നുള്ള തോന്നലായിരിക്കും. ചിലപ്പോൾ ആകാം, ചിലപ്പോൾ ആകാതിരിക്കാം. ആകട്ടെ, ആയാൽ ദൈവത്തിന് നന്ദി.